ചായ എന്തുവാ ചെയ്യുന്നേ? റോയിച്ചിന് ഇങ്ങനെ വണ്ടിയിൽ ഇടയ്ക്കിടയ്ക്ക് ഓരോ ചേഞ്ചസ് വരുത്തുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. വണ്ടിക്ക് പുറത്ത് മാത്രമല്ല കേട്ടോ, അകത്തും റോയിച്ചിന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്താറുണ്ട്. ഇതേപോലെ എല്ലാവരും ചെയ്യാറുണ്ടോ എന്ന് എനിക്കറിയില്ല. ഉണ്ടെങ്കിൽ ഉള്ളവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. സിൽവറിനേക്കാളും ബെറ്റർ ആണെന്ന് തോന്നണല്ലേ ചായ? കൊള്ളാം അല്ലേ? വണ്ടിയൊക്കെ ഏറി കയറി, സാധാരണ മനുഷ്യരെയാണ് ആൾക്കാരെ ഏറി, വണ്ടീനെ ഏറി കയറ്റിയിരിക്കും. നല്ല റെഡായിരുന്ന സാധനത്തിന് ബ്ലാക്ക് ആക്കി വെച്ചിരിക്കുന്നു. ഇതെന്തോ ബ്ലാക്ക് ഫിലിം ഒട്ടിച്ചതാണ് കേട്ടോ, വണ്ടിക്ക് മാച്ച് ചെയ്ത് വെക്കാൻ വേണ്ടി. അയ്യോടാ, അയ്യോ അയ്യോ, ദേ ഒരു ബഗ് ഓടിപ്പോകുന്നു. എന്ത് ബഗ്ഗാണോ പോകുന്നത്? എട്ടുകാലിയാൻ തോന്നുന്നു. ഇവിടെയും ഒട്ടിച്ചു അങ്ങനെ ഒരു ബ്ലാക്ക് ഫിലിം. ആ, ബ്ലാക്ക് ഫിലിം അല്ല കേട്ടോ, ബ്ലാക്ക് ടിൻഡാണേ. ബ്ലാക്ക് ടിൻഡ് ഒട്ടിച്ചതാണിത്. എനിവേസ് റിമും കൂടെ ബ്ലാക്കായി, ഫുൾ ബ്ലാക്ക് വണ്ടിയായി ഞങ്ങളുടെ. പക്ഷെ സംഭവം കൊള്ളാം, കണ്ടിട്ടൊരു ലുക്കൊക്കെ ഉണ്ട്. എന്തായാലും വണ്ടിയിലേക്ക് ഇത് വെച്ച് കഴിയുമ്പോൾ ഞാൻ കാണിച്ചു തരാം. അങ്ങനെ നമ്മുടെ പെയിന്റും കാര്യങ്ങളൊക്കെ ഉണങ്ങിയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ വീല് റോയിച്ചിന് ഓരോന്ന് ഫിക്സ് ചെയ്യാൻ പോവാണ്. വീലൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് നട്ടിടാൻ നേരത്ത് നട്ട് മാത്രം സിൽവർ കളറിലിരിക്കുമ്പോൾ എന്തോ ഒരു അപാകത ഫീൽ ചെയ്തത് കൊണ്ട് റോയിച്ചൻ വിചാരിച്ചു, അതെ റോയിച്ചിന് ആ അപാകത ഫീൽ ചെയ്തത് കൊണ്ട്, അതെ റോയിച്ചിന് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വണ്ടിമേലെ എന്തെങ്കിലുമൊക്കെ പരീക്ഷണങ്ങൾ നടത്താൻ ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് റോയിച്ചൻ നട്ടും കൂടെ എന്നാ പെയിന്റ് ചെയ്തേക്കാമെന്ന് വിചാരിച്ചു. നമ്മളിപ്പോ ചെയ്തത് ഓയിൽ ബേസ്ഡ് സാധനം അടിച്ചത്, ഓയിൽ ബേസ്ഡ് ബ്ലാക്ക് പെയിന്റ്, പ്രൈമർ ആണ്. ഓയിൽ ബേസ്ഡ് ബ്ലാക്ക് പെയിന്റ് വിത്ത് പ്രൈമർ, സെമി ഗ്ലോസി ബ്ലാക്ക് ആണ് ഞാൻ യൂസ് ചെയ്തത്. ഇത് ഓയിൽ ബേസ്ഡ് ആണ് ആൻഡ് പെയിന്റ് ആൻഡ് പ്രൈമർ. സോ പക്ഷെ ഞാനൊരു 3 കോട്ട് അടിച്ചു. ഒരു 3 കോട്ട് നമ്മൾ അടിച്ചിട്ടുണ്ട് അതില്. ഫസ്റ്റ് ഒരു റൗണ്ട് അടിച്ചു 4, വെയിറ്റ് ചെയ്തൊരു 15-20 മിനിറ്റ്സ്. ദെൻ സെക്കൻഡ് സെയിം 3 പ്രാവശ്യം കോട്ട് അടിച്ചിട്ടുണ്ട്. അടിപൊളി. നന്നായിട്ട് ഷെയ്ക്ക് ചെയ്തിട്ട് വേണം പെയിന്റ് അടിക്കാൻ പറഞ്ഞത്. സമയം നഷ്ടമാണ്, സമയം. നമ്മൾ ആദ്യം പേപ്പർ ഇട്ടിട്ട് അത് ക്ലീൻ ആക്കണം ഫസ്റ്റ്. അതെ, മറ്റേ എന്തായാലും പറയണ ഈ സാൻഡ് പേപ്പർ പോലത്തെ പേപ്പർ ഇട്ട് നല്ലപോലെ ക്ലീൻ ആക്കി, വലിയ പണിയാണ് ഗൈസ്. പിന്നെ റോയിച്ചിന് ഇതൊക്കെ ഇഷ്ടമായതുകൊണ്ട് നമ്മുടെ വണ്ടി നമുക്ക് എങ്ങനെ ചെയ്യാലോ, കറക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തില്ല. ഓൾറെഡി അത് ഇപ്പുറത്തെ സൈഡിലായിട്ടുള്ള ആ നട്ടിന്റെ. ഗുഡ്. ഹലോ ഗൈസ്, അങ്ങനെ ഫൈനൽ ലുക്ക് ഓഫ് അവർ കാർ ഈസ് റെഡി ഹിയർ. അങ്ങനെ വീൽ നട്ടിനും പെയിന്റ് അടിച്ച് റിമ്മിനും പെയിന്റ് അടിച്ച് അങ്ങനെ അടിപൊളിയാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഭംഗി എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ വന്ന് പറയുക. ഈ ബ്ലാക്ക് പെയിന്റ് കോട്ടിങ് അടിച്ചത് എങ്ങനെയുണ്ടെന്ന് പറയണം കേട്ടോ. ആൻഡ് ഹിയർ ഈസ് അവർ ഫൈനൽ ലുക്ക്. അപ്പോൾ ഇതേപോലത്തെ അലങ്കാരപ്പണികളൊക്കെ ചെയ്യുന്ന ഭർത്താക്കന്മാരുണ്ടെങ്കിൽ ചേച്ചിമാരെ കമൻറ്റ് ബിലോ. അതുപോലെ ചേട്ടന്മാരെ ഈ വണ്ടി ഇപ്പോൾ കാണാൻ എങ്ങനെയുണ്ട് നിങ്ങളുടെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഈ ഒരു കുട്ടി വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ബൈ.